ഗൈസ്, അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ. എസ്പെഷ്യലി നമ്മുടെ നഴ്സുമാർക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഈ ഒരു JCIയുടെ ഗോൾസ് അറിഞ്ഞിരിക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് എവിടെയാണെങ്കിലും യൂസ്ഫുൾ ആയിരിക്കുന്നു ഞാൻ വളരെയധികം ഉറപ്പ് തരുന്നു. കാരണം ഞാൻ അധികം വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ലെങ്കിലും ഈ IPSC ഗോൾസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ എവിടെ പോയാലും, നമ്മളൊരു പുതിയ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്താലും, നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്താലും ഒക്കെ ഈ ഒരു IPSC ഗോൾസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എനിക്കൊരു ഇൻ്റർവ്യൂവിൽ എൻ്റെ അടുത്ത് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു ഈ IPSC ഗോൾസ്. അതിന് ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അതിൽ സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളിത് പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണേ. IPSC ഗോൾസ് അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ പേഷ്യൻറ്റ് സേഫ്റ്റി ഗോൾസിനെ പറ്റിയിട്ടാണ്. അപ്പം നമ്മുടെ JCI അല്ലെങ്കിൽ NABH പോലുള്ള ഹോസ്പിറ്റലിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണിത്. JCI മീൻസ് ജോയിൻറ്റ് കമ്മീഷൻ ഇൻ്റർനാഷണൽ. അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. അക്കോർഡിംഗ് ടു JCI നമുക്ക് ആദ്യം 6 IPSC ഗോൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. റീസെൻ്റ് ആയിട്ട് ഇപ്പം 5 ഉള്ളൂ. എങ്കിലും ഞാൻ ആ പഴയതും കൂടെ ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. ഒന്നാമത്തേന്ന് പറയുമ്പോൾ ഐഡൻറ്റിഫൈ ദ പേഷ്യൻ്റ് കറക്റ്റ്ലി, അതായത് പേഷ്യൻറ്റിനെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പേഷ്യൻറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ നെയിം നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, നിങ്ങളുടെ പേര് എന്താണെന്നുള്ളത് അങ്ങോട്ടേക്ക് ചോദിക്കുക. അതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ ഐ ഡി ബാൻഡ് നോക്കിയിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ നെയിം പ്ലസ് അവരുടെ ഒരു യുണീക്ക് ആയിട്ടൊരു ID നമ്പർ ഉണ്ടായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് പേഷ്യൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് ആണെന്ന് പറയുന്നത് പേഷ്യൻറ്റ് ഫയൽ ഉണ്ടാവില്ലേ, അതുമായിട്ട് ക്രോസ് മാച്ച് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ IPSC ഗോൾസിൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇംപ്രൂവ് ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ അകത്ത് വരുന്ന ഒരു 3 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വെർബൽ ഓർഡർ, അതേപോലെ തന്നെ ടെലിഫോണിക് ഓർഡേഴ്സ്. നെക്സ്റ്റ് വൺ ക്രിട്ടിക്കൽ റിസൾട്ട് റിപ്പോർട്ടിങ്, പിന്നെ ഹാൻഡ് ഓവർ മെത്തേഡ് അത് ISBAR മെത്തേഡാണ്. ഐഡൻറ്റിഫിക്കേഷൻ, സിറ്റുവേഷൻ, ബാക്ക്ഗ്രൗണ്ട്, ദെൻ അസസ്മെൻറ്റ് ആൻഡ് റെക്കമെൻഡേഷൻ. ഈ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ പേഷ്യൻറ്റിൻ്റെ ഹാൻഡ് ഓവർ നമ്മൾ അനദർ സ്റ്റാഫിന് കൊടുക്കേണ്ടത്. തേർഡ് വൺ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ ഹൈ അലേർട്ട് മെഡിക്കേഷൻസ്. മെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ അലേർട്ട് ആ ഒരു പേരിൽ തന്നെയുണ്ട്. അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും അലേർട്ട് ആയിരിക്കേണ്ട മെഡിസിൻസ് ആണ്. ഇത് തന്നെ നമ്മൾ ഹൈ അലേർട്ട് മെഡിക്കേഷൻസിന് റെഡ് സ്റ്റിക്കർ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഡബിൾ സൈൻ ഒക്കെ ചെയ്തിട്ടാണ് ഈ ഒരു മെഡിസിൻസ് കൊടുക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ലുക്ക് അലൈക്ക് ആൻഡ് സൗണ്ട് അലൈക്ക്. ലുക്ക് അലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെ ഇരിക്കുന്ന 2 മെഡിക്കേഷൻസ്. ദെൻ സൗണ്ട് അലൈക്ക് എന്ന് പറയുന്നത് ഒരേപോലെ നമ്മൾ ഉച്ചരിക്കുമ്പോൾ 2 മെഡിസിൻസിൻ്റെ പേര് ഏകദേശം ഒരേപോലെ വരുന്നതിനാണ് സൗണ്ട് അലൈക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ കോഡൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസം ഉണ്ടാകും. സോ അതുകൊണ്ട് ഞാൻ കളർ കോഡ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. എൻഷുർ സേഫ് സർജറി കറക്റ്റായിട്ടുള്ള സൈറ്റ് മാർക്കിംഗ് ചെയ്യണം. നെക്സ്റ്റ് സൈനിന് ടൈം ഔട്ട് ആൻഡ് സൈൻ ഔട്ട് കറക്റ്റായിട്ട് ചെയ്യണം. റോങ് സർജറി, അതേപോലെ തന്നെ റോങ് പേഷ്യൻറ്റ്, റോങ് സൈറ്റ്, ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു IPSC ഗോൾസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. റെഡ്യൂസ് റിസ്ക് ഓഫ് ദ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ്. അതായത് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പേഷ്യൻ്റ് അഡ്മിറ്റ് ആയതിനു ശേഷം ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസിനെയാണ് ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ദാറ്റ് മീൻസ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡ് ഹൈജീൻ എന്ന് പറയുന്നത്. ഹാൻഡ് ഹൈജീൻ്റെ അകത്ത് സ്റ്റെപ്സ് ഓഫ് ഹാൻഡ് ഹൈജീൻ അത് ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. മസ്റ്റായിട്ട് നമ്മൾ ഹാൻഡ് വാഷ് ചെയ്യുക, ഹാൻഡ് റബ്ബ് ചെയ്യുക. അപ്പോൾ ഹാൻഡ് വാഷിങ്ങിൻ്റെ സെക്കൻഡ്സ് എന്ന് പറയുന്നത് 40 to 60 seconds ആണ് മെഡിക്കൽ ഹാൻഡ് വാഷിങ്. പിന്നെ സർജിക്കൽ ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത് 3 to 5 minutes ആണ്. ദെൻ നമ്മൾ ഹാൻഡ് റബ്ബ് ചെയ്യുന്നത് 20 to 30 seconds ആണ്. ഗ്ലൗസ്, മാസ്ക്, ഇതേപോലെ തന്നെ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക, PPEs യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് ഒരു 5 IPSC ഗോൾസ്. ഇപ്പോൾ എടുത്ത് മാറ്റിയിരിക്കുന്ന ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഹാം പേഷ്യൻറ്റ് ഫ്രം ദ ഫോൾസ്. സൈഡ് റെയിൽസ് നമ്മളെപ്പോഴും പേഷ്യൻറ്റിന് എപ്പോഴും സൈഡ് റെയിൽസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബെഡ് ലെവൽ എന്ന് പറയുന്നത് എപ്പോഴും ലോവസ്റ്റ് ലെവലായിരിക്കണം. അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു ലാസ്റ്റ് ഗോളിൽ വരുന്നത്. അക്കോർഡിംഗ് ടു ഞാൻ പറഞ്ഞല്ലോ JCIയിൽ ഈ 5 ഗോൾസേ വരുന്നുള്ളൂ. എങ്കിലും നമ്മുടെ ഓരോ നാഷണാലിറ്റിയിലും വരുന്ന അക്രഡിറ്റേഷൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ കേരളത്തിലെ NABH ഒക്കെ ആണെങ്കിൽ വേറെ പല കൺട്രിയിലും പലതായിരിക്കും. അതിൽ മേ ബി ഈ ഒരു ഫോളിൻ്റെ IPSC ഗോൾസ് ഉണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ്. നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐഡൻറ്റിഫൈ ദ പേഷ്യൻറ്റ് കറക്റ്റ്ലി, ഇംപ്രൂവ് ദ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ, റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ ഹൈ അലേർട്ട് മെഡിക്കേഷൻ, എൻഷുർ ദ സേഫ് സർജറി, ദെൻ റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ദ ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. പിന്നെ പോയില്ല എങ്കിലും ഉള്ളത് റിസ്ക് ഓഫ് ദ ഫാൾ ഹാം റിസൾട്ടിങ് ഫ്രം ദ ഫോൾസ്. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.